ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ശരൺ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അങ്ങനെ വലിയ ഗ്രാൻഡ് പാർട്ടി ഒന്നും അല്ല. അവരുടെ ചർച്ചിലെ കുറേ പേരും പിന്നെ പുറത്തുനിന്ന് നമ്മളെ ഉള്ളെന്ന് തോന്നുന്നു. ഞാനും ആലീസും ഉണ്ട്. എല്ലാവരും കൂടെ ഒരു ചെറിയൊരു പാർട്ടി. അപ്പോൾ 3 മണിക്കാണ് ടൈം പറഞ്ഞത്. പക്ഷേ ഇപ്പം തന്നെ 3 മണി ആയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ ഫസ്റ്റ് ട്രെയിൻ നമുക്ക് മിസ്സായിപ്പോയി. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റത്തില്ല. എനിവേ 4 മണിയൊക്കെ ആവുമായിരിക്കും തുടങ്ങുമ്പോൾ. കുഴപ്പമില്ല, എന്താണെങ്കിലും നമ്മൾ പോയി കുഞ്ഞിന് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് വരാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ ട്രെയിനിലാണിപ്പോൾ. ട്രെയിൻ എടുത്തിട്ടില്ല, ഒരു 10 മിനിറ്റ്സിൽ ട്രെയിൻ എടുക്കും. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഊബർ ബുക്ക് ചെയ്ത് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാണ്. ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്റ്റേഷനാണ്. നമ്മൾ ടെമ്പിൾ മീറ്റ്സിൽ വന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ മാറി ഇവിടെ വന്ന് ഇറങ്ങി. സാധാരണ നമ്മൾ ചേട്ടനെ വിളിക്കാറുണ്ട് ഇവിടെ നിന്ന് പിക്ക് ചെയ്യാൻ, പക്ഷെ നമ്മളിന്ന് വിളിച്ചില്ല. കാരണം അവർ നല്ല തിരക്കായിരിക്കുമല്ലോ. ഇപ്പോൾ എല്ലാവരും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കാണും, പ്രെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കാണും. അതുകൊണ്ട് നമ്മൾ വിളിച്ചില്ല. ഒരു ഊബർ ബുക്ക് ചെയ്ത് രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആക്ച്വലി ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു, എന്ത് പെട്ടെന്ന് കുഞ്ഞിന് 1 വയസ്സായതെന്ന്. അവന് 1 മന്ത് ഉള്ളപ്പോഴാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത്. കാരണം ഞങ്ങളുടെ ഡ്യൂട്ടിയും പിന്നെ ആലീസ് നാട്ടിലായിരുന്നു, അതൊക്കെ കാരണം ഞങ്ങൾക്ക് ആദ്യം വരാൻ പറ്റിയില്ലായിരുന്നു ഇവനെ കാണാനായിട്ട്. അപ്പോൾ ഒരു 1 മന്ത് ആയി ആദ്യമായിട്ട് വന്നപ്പോൾ. അപ്പോൾ ആ ഒരു കുഞ്ഞു ബേബി ആയിരുന്നു. ഇപ്പോൾ അവൻ 1 വയസ്സാകാറായി. അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവന് 1 ഇയർ ആയി. അതിനിടയിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ 7th മന്തിലോട്ട് കയറി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചേഞ്ചായി. അവൻ ജനിച്ച സെന്റ് മൈക്കിൾസ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എനിവേ ഇപ്പം നമ്മൾ അങ്ങോട്ട് വീട്ടിലോട്ട് പോയി കൊച്ചു ചെറുക്കനെ കണ്ട് അവൻ്റെ ബർത്ത്ഡേ കേക്ക് ഒക്കെ കഴിച്ചിട്ട് വരാം. അറിയില്ല അവിടെ സ്റ്റാർട്ടായോ ഇല്ലയോ എന്ന്. ചേച്ചിയൊക്കെ വിളിച്ചില്ല ഞങ്ങള്, കാരണം എല്ലാവരും വരുമ്പോൾ തിരക്കായിരിക്കുമല്ലോ എന്നോർത്ത് വിളിച്ചില്ല. ചേച്ചിയും വിളിച്ചില്ല. യൂഷ്വലി വിളിക്കുന്നതാണ്, തിരക്കായതുകൊണ്ടായിരിക്കാം വിളിക്കാഞ്ഞത്. അപ്പോൾ എനിവേ നമുക്ക് പോയി നോക്കാം. ഇവിടുന്ന് ഒരു 5 മിനിറ്റ്സ് ടാക്സി, അല്ല 5 അല്ല 10 മിനിറ്റ്സ് ടാക്സി ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബഹളങ്ങളൊക്കെ കേൾക്കാം, നമുക്ക് പോയി നോക്കാം. Hello. Hello. I'm doing a video channel again. Yeah. My mom's friends in our Hello. confused. Hello. DJ Osmo. Yes. Yeah. Videos are coming. ആണോ? എല്ലാവരും confused. എന്തിനാ? Is it not taking pictures? ഇവിടെ ഫുള്ള് ആൾക്കാരും ബഹളവുമാണ്. ഇവിടെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യുവാണ്. ഡെക്കോർസ് ഒക്കെ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷെ കുഞ്ഞ് ഞങ്ങളെ കണ്ടിട്ട് ഒട്ടും അടുത്തില്ല. അവരിങ്ങനെ മാറി നിൽക്കുവാണ്. സാരയില്ല, സമയമെടുക്കും. അപ്പൊ നമുക്ക് അകത്തോട്ട് പോയിട്ട് അവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാണാം. ചേരക്കുട്ടി, എന്താ പറയാനുള്ളേ? How do you feel about this 1 year with Jeremiah? Good? Just good? Good and excited and nervous. Why? Has he grown? Because he will bite me the whole time then. Has he started biting you? Yep. Oh. അയ്യോ, then he is like you only. ആരാ വാക്ക് കെട്ടി എന്നെ? ഷിനച്ചേച്ച എന്ത് ചെയ്ത് ചോദിക്കുക. ഷിനച്ചേച്ച നാട്ടിൽ പോയിട്ട് 1 മാസമായി ജയറ. അപ്പൊ ഇവിടെ അങ്കിൾസ് പാർട്ടി ഇവിടെ നടക്കുന്നു. അപ്പൊ ഇവിടെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ എല്ലാരും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്.
എങ്ങനെ ഉണ്ടായിരുന്നു സെലിബ്രേഷൻ? ഞാൻ കഴിഞ്ഞ വീക്ക് പോയിട്ട് 2 days പറ. Good. ഏത് ഫുഡാ ഇഷ്ടപ്പെട്ടെ? Mutton. ചായ കുടിച്ചോ? എണ്ണ കുടിക്കാഞ്ഞേ? ഇഷ്ടമല്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമ്മൾ കുറച്ചു നേരം അകത്തെ കേക്ക് കട്ടിങ്ങും ചെറിയ സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് ഇവിടെ പുറത്ത് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്ത് വന്നു. അപ്പോൾ ചേച്ചി റിലാക്സ് ആകാനായിട്ട് ഇവിടെ ഇറങ്ങി വന്നിരിപ്പുണ്ട്. ചിറ്റ് ചാറ്റിംഗ് ടൈമാണിത്. അപ്പോൾ നല്ല സൺലൈറ്റ് കണ്ടു. പിന്നെ നല്ല റെയിൻബോ ഉണ്ടായിരുന്നു. ഇതുണ്ട് ഇവിടെ വലിയൊരു റെയിൻബോ. ജയർകുട്ടി കണ്ടില്ല? ആ ചേച്ചി ഫോട്ടോ എടുത്തു. അപ്പോൾ അതിൽ കാണിക്കാമേ. അതിൽ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കുക. നല്ല ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു അല്ലേ? ഫിനിഷ് ആയിട്ടില്ല. നമ്മുടെ 1 സെക്ഷനെ കഴിഞ്ഞുള്ളൂ. ഗിഫ്റ്റ് കിട്ടിയല്ലോ. ഏത് ഗിഫ്റ്റ്? ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ടോ? റിട്ടേൺ ഗിഫ്റ്റ് ഉണ്ടോ? ഓക്കെ. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞു, സ്നാക്സ് കഴിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടിരിക്കുവാണ്. ഇനി കുഞ്ഞുങ്ങളുടെ കുറച്ച് ഗെയിംസ് ചിലപ്പോൾ കാണാം. പക്ഷെ മഴയാണ്, നമുക്ക് നോക്കാം. കുഞ്ഞാണെങ്കിലും അവൻ ഇച്ചിരി ടയേർഡായി പാല് കുടിച്ചുറങ്ങി. ഇവിടെ ആൻറ്റീസ് ഇവിടെ ഡിസ്കഷനിലാണ്. ഇവർ ആൻറ്റി അല്ലേ ചെറുകുട്ടി? ഞാനും ആണോ? എങ്ങനുണ്ട് ഇന്നത്തെ ഡേ? ടയർഡാ ചേച്ചി? എന്നാ നല്ല ഡേയാ. അത് ഞങ്ങൾക്ക് അറിയണ്ട. ഓക്കെ. എങ്ങനെ ഫീൽ ചെയ്യുന്നു? 1 year എങ്ങനെ പോയി? ആലീസ്, നിനക്ക് ഞാൻ ചാൻസ് തരാം. ചേച്ചി പറ. പറ. കണ്ണടച്ച് തുറന്നപ്പോ പോയോ? ആലീസ് നീ പറ. ചേച്ചിയുടെ 1 year മെറ്റേണിറ്റി പോയോ? അതിനിടയ്ക്ക് എന്തൊക്കെ നടന്നു? My life is not like yours. Simply sitting at home. போனதுக்கு அப்புறம் கிறிஸ்மஸ் வந்துச்சு. அதுக்கு முன்னாடி தீபாவளி வந்துச்சு. தீபாவளி முடிஞ்சிட்டு கிறிஸ்மஸ் வந்துச்சு. கிறிஸ்மஸ்க்கு அப்புறமேட்டு நீ கிறிஸ்மஸ்க்கு வெக்கேஷன் போயிட்டு வந்த. நான் அதுக்கப்புறம் ஒரு ஃபெப்ல ஒரு வெக்கேஷன் போயிட்டு வந்தேன். நீ போயிட்டு வந்ததுக்கப்புறம் சின்னச்சட்டன் ஒரு 2 டைம் போயிட்டு வந்திருப்பாரா? போயிட்டு வந்தாரு. அதுக்கப்புறம் நீ பிரெக்னென்ட் ஆன 7 மாசம் ஆக போகுது. இப்பயும் കണ്ണടച്ച് പോയിച്ചു. ഇത്ര ദിവസം ചേച്ചി ഞാനത് പറഞ്ഞു. ഇനി ഞാൻ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യും. ഞാൻ ആ സ്റ്റേജിൽ വരുമല്ലോ. ഞാൻ പറയട്ടെ, ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുമ്പോ ആരൊക്കെ നാട്ടിൽ പോകുന്നു, എപ്പം വരുന്നു, ഡ്യൂട്ടി ഉണ്ടോ? നമുക്ക് ഈ 3 പിള്ളേരെയും വെച്ച് ചേച്ചി സത്യമായിട്ട് ഞങ്ങൾ സമ്മതിച്ചു. ചേച്ചി എല്ലാരും വെയിറ്റ് ചെയ്യുക അവിടെ. ശരി ചേച്ചി, എപ്പോഴാണ് ഡ്യൂട്ടിക്ക് പോകാൻ? ചേട്ടനെ കുറിച്ച് എന്തോ നല്ലത് പറയാൻ വന്നതായിരുന്നല്ലോ. അങ്ങനെ എല്ലാരും കേൾക്കട്ടെ. നല്ല കാര്യം. ചേട്ടൻ കാണും എന്റെ വീഡിയോ ഫുള്ള് ഇരുന്ന്. ചേച്ചി സത്യം എന്റെ ഏറ്റവും വലിയൊരു സബ്സ്ക്രൈബർ ചേട്ടനാ. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ സംസാരം എല്ലാം കഴിഞ്ഞ് ചേച്ചി ഞങ്ങളോട് കുറച്ച് മനസ്സൊക്കെ തുറന്നിട്ട് ബാക്കി ഇനി ചേച്ചി എന്ന് തുറക്കും? അതെ, വെസ്റ്റേൺ വരുന്നുണ്ട് ഒരു ദിവസം ഫുള്ള്. ചേച്ചിയുടെ വിഷമങ്ങളും സന്തോഷങ്ങളും. അതെ, ബാച്ചിലേഴ്സ് നൈറ്റ് ആണെന്ന്. എന്തിനാ? എനിക്കന്ന് ഓഫല്ലേ, ഞാൻ കുക്ക് ചെയ്യാം. നിങ്ങൾ പോയിട്ട് വാ. ഞാൻ ഗീ റൈസും ചിക്കനും പ്ലാൻ ചെയ്തേക്കുന്നത്. 16th ഡേ ഓഫാ. ഇവക്ക് ഓഫാന്ന് എനിക്കറിയാം. നിന്റെ ഞാൻ റോട്ടാ നോക്കിയപ്പോ 17th ഞാൻ വർക്കിംഗ് ആ. നമ്മള് 3 അവള് നാട്ടിൽ പോവല്ലേ ചേച്ചി? എനിക്ക് അന്ന് ഓഫ്. നെക്സ്റ്റ് ഡേ നമുക്ക് 3നും വർക്കിംഗ്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. 16th അതെന്താടി അങ്ങനെ? എനിക്ക് പിന്നെ ഏർലിയോ ലേറ്റോ ആക്കാമല്ലോ. എനിക്ക് 12:30 till 1:30. ഓക്കെ. എനിവേ ചേച്ചി ഇനി അവിടെ വരുമ്പോ എനിക്ക് പക്ഷെ ഞാൻ വർക്കിംഗ് അല്ലേ അന്ന്. ചേച്ചിക്ക് അപ്പൊ ഉച്ചക്ക് തുടങ്ങും, നിനക്ക് ഉച്ചക്ക് തീരും. ഞാൻ മാത്രം ലോങ് ഡേ. ഞാൻ അതുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് രാത്രിയാകുമ്പോ. അയ്യോ, ഞാൻ ഇവിടെ ഇരുന്നപ്പോ ഓർത്ത് സ്നെയിൽ ഇല്ലല്ലോ എന്ന്. എന്താണ് ഇവിടുത്തെ സ്നെയിൽ നല്ല കളറ്? അമ്മ വീട്ടിൽ സ്ലഗ്.
ഞാൻ പൊക്കോ ഞങ്ങൾ വരാം. ആലിസിന് നല്ലൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾക്കൊരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് അകത്ത് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാംസ് പകുതി വഴി ആയപ്പോഴത്തേക്കിന് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. വേറൊന്നും കൊണ്ടല്ല, ആലിസിന് നാളെ ലോങ് ഡേ ഉണ്ട്, എനിക്ക് നൈറ്റ് ഉണ്ട്. നൈറ്റ് ഓക്കെ, ഇവിടെ കുട്ടീസിൻ്റെ നല്ല സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷേങ്കിൽ അവൾക്ക് ലോങ് ഡേ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സമയം ഇരിക്കാൻ പറ്റില്ല, പോകണം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഗെയിംസ് ഒന്നും കാണാൻ നിന്നില്ല, പോകാമെന്ന് വെച്ചു, അല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് ആകും. ഞങ്ങൾ പോവാം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇപ്പോഴാണ് ചിരി വേണ്ടേ. ഒരു ഉമ്മ തന്നെ. നീ കരയോ? എന്നെ കണ്ടിട്ട് കരയോ? എൻ്റെ വീഡിയോ ഞാൻ വൈറലാക്കും. നീ വലുതാകുമ്പോൾ നീ നാണം കിടും. ജെർമിയുടെ ഫോട്ടോ, ജെർമി കുട്ടിൻ്റെ സുന്ദരം ഫോട്ടോ. ബായ്. ചെറുകുട്ടി എനിക്ക് ഉമ്മ തന്നില്ല. ആലിസ്, കിട്ടാനുള്ളതൊക്കെ കിട്ടിയോ? എന്തിയേ കാണിക്കടി. അപ്പൊ നമുക്ക് നമ്മളുടെ ഫുഡ് കിട്ടി. മഴ പെയ്യട്ടടി, ഫുഡുണ്ടല്ലോ കയ്യിൽ, ഫുഡ് നനയാതെ നോക്ക്. ഇന്ന് നാളത്തേക്ക് നമുക്ക് ഭേഷായി ചിന്തിച്ചിരിക്കുമായിരുന്നു. ചിക്കൻ കറി അല്ല, ഞാൻ റൈസ് ഉണ്ടല്ലോ. ഞാൻ ഒരു ചപ്പാത്തി വേണ്ട ചേട്ടാ, ആലിസ് വേണം. അയ്യോ പാവം, അവരെല്ലാം ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. കഴിച്ചിട്ട് പോകുന്നോന്ന് ചോദിച്ചു, പക്ഷെ ഞങ്ങൾ ഓർത്തു വേണ്ട, ലേറ്റ് ആകും, പിന്നെ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് കഴിക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ, നിർത്തി വെച്ച് കഴിക്കണം. കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിക്കടി. അവൻ്റെ ഫോട്ടോയും നമുക്കിങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും അവൾക്ക് 2. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു. നമ്മളൊന്ന് പെട്ടെന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു, ബിക്കോസ് 2 പേരും നല്ല വിശന്നാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊന്ന് തുറന്നു നോക്കാം. ഇത് ചിക്കൻ കറിയാണ്. യെസ്, ആൻറ്റി വെച്ച നല്ല ചിക്കൻ കറി. അതിന് സൈഡായിട്ട് നമുക്ക് തന്നു കിട്ടിയിരിക്കുന്നത് ചപ്പാത്തിയുടെ ഒരു പാക്കറ്റ് ഉണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഓക്കെ, ചിക്കൻ ഫ്രൈ. ഇപ്പം ചിക്കൻ ഫ്രൈ താഴെ പോയേ. ഇത് ചിക്കൻ കബാബാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഇനിയുണ്ട് കബാബും ചിക്കൻ ഫ്രൈയും എല്ലാം. പിന്നെ നമുക്ക് ഒരു പപ്സ് എക്സ്ട്രാ തന്നു വിട്ടിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് കഴിച്ചായിരുന്നു. പിന്നെ നമുക്ക് വേറൊരെണ്ണം കൂടെ തന്നു വിട്ടിട്ടുണ്ട്. പപ്സ് സൂപ്പറായിരുന്നു. അവർ ഹോം മെയ്ഡാണ്, അവരുണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇനി ഫുഡ് കഴിക്കാം. നല്ലൊരു ഡേ, കുറേ നേരം എല്ലാവരും കൂടെ എൻജോയ് ചെയ്തു. ഇനി ഫുഡ് കഴിച്ച് നമുക്ക് കിടന്നുറങ്ങാം.